பாட்டி வேலை தான் இருக்கும். ஆமாம் போய் இல்லை என் கண்ணாடி ஓடிச்சலடா, அதெல்லாம் ஃபோன் ஓடிக்கிறாங்க. എന്തിനാ പൊട്ടിച്ചു? ഞാനോ? എടാ ഞാൻ എന്തിനാ പൊട്ടിച്ചു? ഞാനല്ലാന്ന് പറഞ്ഞില്ലേ. പിന്നെ ഞാനും അമ്മയില്ലാതെ വീട്ടിൽ ആര് പൊട്ടിക്കാനാണത്? രാവിലെ തന്നെ അടികൂടാൻ എനിക്ക് വയ്യാവനും. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ തീർക്കരുത്. ആകെയുള്ളൊരു ഫോണും ബൈക്കുമാണ്. 24 മണിക്കൂർ നീയല്ലേ ഫോൺ വെച്ചോണ്ടിരിക്കുന്നത്? കുട്ടിയുണ്ടാവും. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ഈ മരുന്ന് മണ്ടവരെ കഴിക്കുന്നതിനാണ്. കുഴപ്പമൊന്നുമില്ല, ശരിയാക്കാൻ പറഞ്ഞ കാര്യമാണ്. അമ്മ പോയി എന്തായാലും നന്നായി. നേരത്തെ എല്ലാം അമ്മയുടെ നെഞ്ചത്തായിരുന്നല്ലോ. അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. എന്താ കുഴപ്പം? ഒന്ന് പോയിക്കിട്ട് അമ്മയും കാത്തിരുന്നേ. ഇറങ്ങി പോടാ അവിടുന്ന്. തീരുമാനിച്ചാരിയാ പൊക്കോളാ. അച്ഛനില്ലാത്ത കുറവ് ഞാൻ അവനെ അറിയിച്ചിട്ടില്ല. അവൻ എന്ത് വേണമെങ്കിലും, കമ്പ്യൂട്ടർ, മൊബൈൽ, ബൈക്ക്, അവൻ ആഗ്രഹിച്ചതെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവൻ എല്ലാ ഫാമിലിയിലും ഇങ്ങനൊക്കെ തന്നെയാ. ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട. എൻ്റെ ഫാമിലിയിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒരു ടാബ്ലറ്റ് എഴുതാം. കിടക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ചാൽ മതി. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമോ, സംസാരിക്കണമെന്ന് തോന്നുമോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. നിങ്ങൾ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യും. ഒന്ന് നടക്കാൻ പോവുമോ, ഒരു ഐസ്ക്രീം കഴിക്കുമോ ഒക്കെ ചെയ്താൽ ശരിയാവുന്നതേ ഉള്ളൂ. பாண்டிச்சேரி மாதிரி இது. அது பர்த்டே பார்ட்டியா? லைட்டாக அந்த அனஸ்வரராஜன் மாதிரி இதில் சில சைடில் இருந்தெல்லாம் பார்க்கும்போது இல்லை டேய் ஓகே. மனையும் ஏதோ பெருசாக ரோல் ப்ளே பண்ண போல இருக்குல்ல எல்லா இதுலேயும். அந்த படத்தோட பிரம்மை கூட நல்லா ஷார்ட்ஸ் வந்து டேஞ்சரா. இந்த இதுதான் அந்த டைட்டில் கார்டில் காட்டினாங்க. இந்த இல்லைடா, இந்த ஃபேன் இருக்கானே இருக்குதான் நினைக்கிறேன்டா. இது பாட்டியோட ரெஸ்டாரண்ட். என்னடா பாட்டியாட எந்துக்கே முடியல. அவனா இதுலேயே உட்காந்து தம்ம வச்சிருப்பான். ஆஹா, அம்மா அம்மா அவங்க தூக்கத்துக்கு டேப்லெட் போட்டுருக்காங்க. டாக்டர் சொன்ன மாதிரி தூக்கத்துக்காக இல்லை, தூக்கத்துக்கு போட சொன்னாங்க. தூக்கத்துக்காக தான் போட்டு சொல்லியிருக்காங்க. அம்மா
டக்குன்னு ஏதோ பின்னாடி இருந்ததா? பயத்தில் வேத்துட்டு ஃபுல்லாக. ஏய் மாறி ஆயிடுச்சுல்ல. ഫോണോടെ തന്നാണോ അവൻ? இல்லையே. ഹലോ ആ ആശാ, അത് ഞാൻ വിളിച്ചതേ വിനു ഇവിടെ വന്നിട്ടുണ്ട്. വിനു ആശാ, ആശാ കേൾക്കുന്നുണ്ടോ? എന്തിനാ? അത് ഞാൻ ആശ വരുമ്പോൾ പറയാം. ആശ ഒരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ പോരെ. பாட்டு ஏன் பயன்படுத்துறா? അവനിവിടെ പുലർച്ചയ്ക്ക് വന്ന് കയറിയത്. ആശയോടൊന്നും പറഞ്ഞിരുന്നില്ല അല്ലേ? ആശയുടെ അമ്മേനെ കണ്ടു എന്ന് അവൻ പറയണേ. അവനൊരു മുറിയിലിട്ട് പൂട്ടിയിരുന്നു, എന്തൊക്കെയോ പിച്ചിപ്പായി പറയുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല. അവൻ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അതൊരു ഉച്ച നേരം. ആശ എന്നത് കാര്യമാക്കിയില്ല. അവൻ ഡെയിലി മദ്യപിക്കുന്നുണ്ട്. ആശ അവൻ്റെ കോലം കണ്ടില്ലേ, മേലിഞ്ഞ് ഉടങ്ങി. ഞാൻ അവൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല. ഇടപെടണം, അതൊക്കെ തന്നെയാണ് കുഴപ്പം. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? അന്ന് നമ്മൾ ഒരു വിധത്തിലെ രക്ഷപ്പെട്ടു. അത് വീണ്ടും ആവർത്തിച്ച ഞാനിപ്പോൾ എന്താ ചെയ്യണ്ട? ഇത്രയും കാലം അമ്മയെ നോക്കി, ഇനി ഇവനെ നോക്കി വീട്ടിലിരിക്കണമെന്നാണോ? അതല്ല ആശ ഞാൻ ഉദ്ദേശിച്ചത്. അവന് കാര്യങ്ങൾ ഒന്ന് ഇരുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ശരി, ഞാൻ അവനോട് സംസാരിക്കാം. നമ്മൾ പറഞ്ഞാലും എന്തിനും അവൻ കൂട്ടാക്കില്ല. അവനൊന്ന് കൗൺസിൽ ചെയ്യിപ്പിക്കണം, അതേ നടക്കൂ. അതിന് പറ്റിയ ഒരാൾ എനിക്ക് പരിചയമുണ്ട്, ഞാൻ നോക്കിക്കോളാം. ആശ ചായ കൂടി. എനിക്കല്ലേ மது சார் ഇവരുதான் ഡോക്ടറാ? വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഏയ്, ഞാൻ ഈ ലേയിൽ കയറിയപ്പോൾ ഒന്ന് കണ്ടു. ഇത് ജോർജ്. പിന്നെ ജോർജിന് ടൗണിലൊരു സ്ഥാപനമുണ്ട്, ലുക്ക് മൈൻഡ് കൗൺസിൽ. അല്ല, ഫ്രഷ് മൈൻഡ് കൗൺസിൽ. ജോർജിനോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. അല്ല, മനസ്സിലായി. ആ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയയാണ്. സ്മോക്കിംഗ് അഡിക്ഷൻ, ആൽക്കഹോളിസം. നമുക്ക് നോക്കാം സാർ. കുറച്ച് കഴിഞ്ഞപ്പോൾ തനിയെ തുറന്നു. എന്നിട്ട് ഞാൻ പുറത്തേക്ക് വന്നു. അവിടെ ആരുമില്ല. കഴിഞ്ഞ് അമ്മയുടെ റൂമിൽ പോയപ്പം അമ്മയില്ല. ഞാൻ ഇളയച്ചൻ്റെ വീട്ടിലോട്ട് പോയി. എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? തോന്നാൻ ഞാൻ കണ്ട കാര്യമല്ലോ. അത് തന്നെ. എന്താ ഇങ്ങനെയൊക്കെ കാണാൻ കാരണം? വിനു കുടിക്കാറുണ്ടോ? കുടിക്കാൻ മോശം പ്രവൃത്തിയൊന്നുമല്ല. കുടിക്കാറുണ്ടോ? അതായത് ഇന്നലെ വൈകുന്നേരമോ രാത്രിയിലോ അങ്ങനെ കുടിച്ചിരുന്നോ? ഇല്ല. നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് എൻ്റെയൊക്കെ എല്ലാം തുറന്നു പറയാം. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. ഇല്ല. ഓപ്പണായിട്ട് പറഞ്ഞു. ഇല്ല. ഇത് റോളിംഗ് പേപ്പറല്ലേ ഈ ഇരിക്കുന്നു? ശേ, എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പറ. ബി കംഫർട്ടബിൾ. அரைக்கலை கூட See, you relax a bit. எனக்கு தெரிஞ்சு அரிக்கலை போக்கு ஒரு கட்டு ஒன்று இருக்கும். அது இதில் தான் வந்திருக்கோம் போல. എന്ത് മനസ്സിലുണ്ടെങ്കിലും let it come out. See, I will help you. 2022 അല്ല, കുഴപ്പമില്ല. I know that. കുഴപ്പമില്ല. டோர் டு த பாஸ்ட் தானே, அதனால
എന്തെങ്കിലും ഇന്നലെ സംഭവിച്ചത് എന്നാണ് ഓക്കെ. കൈവഴ കുഞ്ചപ്പണ 48 മണിക്കൂറിനപ്പുറം ഒരാൾ ഉറങ്ങാതിരുന്നാൽ കാണാത്തതും കാണും, കേൾക്കാത്തതും കേൾക്കും. അത് അപകടമാണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ ആളുടെ ഫാമിലി ഹിസ്റ്ററി, അമ്മയ്ക്ക് പ്രശ്നം, പിന്നെ മുത്തശ്ശി, അതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും ഇത്. നമുക്കവനെ വല്ല ഡോക്ടറെ അടുത്തും കാണിക്കണം. വേണ്ട സാറേ, ഞാൻ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. ഞാൻ നാളെ ഒന്നുകൂടെ വരാം. சரி மாட்டாரு. பெஸ்ட்டு அந்த பொண்ணு கூட என்ன போய் அப்போ தான் நிம்மதியாக இருக்கிறான். வேலை கட்சி வேறு எதுக்கு போயிட்டாலும் முடிஞ்சிடும்டா. இங்கே இருக்கிறது நல்லா இதாக வரும். கைராளி தலைவா படம் ஓட்டு தலைவா தலைவா பாட்டி ஒன்று இரு. இந்த அம்மா பக்கத்தில் தானே எழுப்பி சொல்லலாம்ல எப்பயாவது. பாரு பாரு உங்கள் அம்மா என்ன வேலை பண்ணுறாங்க பாரு. ஆக்சுவலி அன்னைக்கு எப்படி தப்பிச்சான்? സൗണ്ട് അവിടെ ഒരു സൗണ്ട് ഞാൻ പോയി നോക്കാം. വേണ്ട. അവിടെ ആരും ഇല്ല വിനു. ഇത്ര വലിയ സൗണ്ട് കേട്ടൊന്നും കേട്ടില്ല. ഞാൻ കേട്ടില്ല. സൗണ്ടല്ല ഞാനാണല്ലോ കേൾക്കണം. നീ ഒന്ന് ഉറങ്ങാൻ നോക്ക്, എല്ലാം ശരിയാവും. എന്ത് ശരിയാവുന്നതാണ്? കേട്ടോണ്ടിരിക്കണത് ആശ ആ കേറിക്കോളാം. ബീന ഡോക്ടർ സ്ഥലം മാറിപ്പോയല്ലോ. ഇരിക്കൂ. மறுபடியும் நான் ஃபர்ஸ்ட்ல சொல்றேன். போட்டு இருந்தாலும் அவங்க ஒரு மைண்ட்ல வைப்பில் இருக்கும். ഓക്കെ പറയൂ, എന്താ പ്രശ്നം? நீ வயசுக்கு வந்தாலும் என்னால திரும்பிலாம் சொல்ல முடியாது. என்ன தம்பி அப்படின்னு என்ன கேட்ட அப்படி என்ன தம்பி போவாமா? நீ கண்டிப்பா அடி வாங்க. ஒரு அடி அடி നീ സാറേ അവിടെ ആരുമില്ല. എവിടെ പോയി? അറിയില്ല, ടീച്ചർ രാവിലെ പോയി. കുറച്ച് കഴിയുമ്പോൾ മോനും പോകുന്നുണ്ട്. ഓ, அப்போ நீ வீட்டில் உன் வேலையை பார்க்கல. സാറേ അവിടെ ഒരുപാട് സമയം ഒറ്റയ്ക്ക് നിൽക്കണ്ട സാറേ. അതെന്ത്? ആ വീട് അത്ര ശരിയല്ല സാറേ. என்னடா சைக்காட்டிஸ்டே பயப்படுகிறேன். என்ன நீ சொல்ற? என்ன சொல்ற? உங்களுக்கு സൈക്കോളജി தேவைப்படுது. ചേച്ചി ആ വീടിനെ കുറിച്ച് എന്തോ പറഞ്ഞത്? ആരാ? അപ്പുറത്തെ ടീച്ചറുടെ അടുത്ത് വന്നതാ, അവരവിടെ ഇല്ല. നിങ്ങളവരുടെ റിലേറ്റീവ് വല്ലാണ്? അല്ല, ഞാൻ അവരുടെ മകനെ ഒന്ന് കാണാൻ വന്നു. ശരി. അല്ല, ചേച്ചി ആ വീടിനെ കുറിച്ച് എന്തോ പറഞ്ഞില്ല? അത് വേറൊന്നുമല്ല സാറേ, ആ വീടിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അവിടെ താമസിച്ചിട്ടുള്ള എല്ലാവർക്കും ഓരോ കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. അത് അവരുടെ വീടല്ലേ? വാടകയ്ക്ക്. ഞങ്ങളൊന്നും അങ്ങോട്ട് പോവാറേ ഇല്ല. എന്തു പറ്റി? അവിടെ താമസിച്ചിരുന്ന ഒരാൾ കയറി അങ്ങ് തൂങ്ങി. അയാൾ ഒറ്റയ്ക്കല്ല പോയത്, പാവം. അയാളുടെ ഭാര്യയ്ക്കും കുഞ്ഞിനും വിഷം കൊടുത്ത് അവരും പോയി. സ്മെല്ലടിച്ച് 5-6 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊക്കെ അറിഞ്ഞു. നിങ്ങൾ ആ വീട്ടിൽ കയറിയിട്ടില്ല? നേരെ കാണുന്ന മതി, അവിടെ അയാൾ തൂങ്ങി. അവിടെ ഭാര്യയും കൊച്ചുമല്ലേ മരിച്ചു കിടന്നത്? അല്ലടി, അയാൾ അവിടെ എവിടാന്ന് വെച്ചാ. എന്നാ നടന്നത്? നടന്നിട്ട് ഒരു 6-7 വർഷമായിട്ടുണ്ടാവും അല്ലേ? 6-7 വർഷമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2-3 വർഷം പൂട്ടി കിടക്കുമായിരുന്നു. പിന്നെയാണ് വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയത്. വാടകയ്ക്ക് വരുന്നവരാരും അധികം നാൾ നിൽക്കും. 2-3 മാസം. ലാസ്റ്റ് വന്നതൊരു ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ? എന്തായിരുന്നു അയാളുടെ പേര്? ആനന്ദൻ. അത് തന്നെ, ആനന്ദ്. എൻ്റെ സാറേ നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു ദിവസം അയാൾ കയറിയെന്ന് തോന്നുന്നു. പക്ഷെ ഭാഗ്യം മരിച്ചില്ല കേട്ടോ, രക്ഷപ്പെട്ടു.
நல்ல ட்ரெஸ் பண்ணு ஜாலியாக இந்த வீட்டு பக்கம் வரக்கூடாது. அம்மா பண்ணி விட்டேன். சாச்சிட்ட கூப்பிட்டு போகிறேன். ஃபோன் பண்ணி வேனை கொஞ்சம் எடுத்துட்டு வாங்க இந்த வீட்டு பக்கம். என்னையே பயப்படி வச்சிட்டீங்களா? ഹലോ. ജോർജ് അല്ലേ? ഞാൻ വിനുവിൻ്റെ അമ്മ. ആ പറയൂ മേഡം. ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, എപ്പോൾ വരും? അത് പിന്നെ മാഡം ഞാൻ സ്ഥലത്തില്ല. ഞാൻ മധുസാറിനെ വിളിക്കാതിരിക്കുമായിരുന്നു. ഇന്നലെ രാത്രി അവൻ വല്ലാത്തൊരവസ്ഥയിലാണ് എന്നോട് പെരുമാറിയത്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ ഞാൻ അവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഞാനൊന്ന് തിരക്കൊന്ന് ഒഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് വിളിക്കാം. ശരി. എന്താടാ എൻ്റെ കാര്യം? ജോലി അയ്യോ സംസാരിക്കടാ. നീ മറന്നായിരുന്നു. ഇല്ലടാ, എടാ ഞാനവിടെ ചെല്ലട്ടെ, എന്നിട്ട് ഞാൻ ശരിയാക്കാം. എടാ ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം. എനിക്ക് സോഡ മാത്രം தூங்குறதே பொழுது தூங்குறதே பொழுது இன்சோம்னியால இருக்கான். അടിക്കടാ. കുടിക്കും. നോ പ്രോബ്ലം. മൂത്രയിക്കണം. എന്താ മൂത്രയിക്കണം. നേരെ പോയി കഴിക്കും. കുയ്യാണ്. நீ கத்தி எனக்கு பயம் வச்சிடா. நினச்சினே அவங்க பாட்டி தான்டா. എന്താടാ ജോലി? എന്താടാ அப்படி கத்துறே போயிட்டோம். லீக் ஆயிட்டாரு. ഇല്ല സാരല്ല. വാ വന്ന് വന്ന് കൊണ്ടുപോടാ. അവിടെ ഇരുന്നോ. എന്നാ മേഡം കിടന്നു. എന്താ ഫോൺ എടുക്കാത്ത? ഇതവരെ ഞാൻ പറഞ്ഞില്ലേ ആ സ്ത്രീ. എന്താണെങ്കിലും ഫോൺ എടുക്കൂലേ? എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ? ഒന്നും ശരിയാവില്ല. എന്തായാലും ഞാൻ നാളെ സാറിനെ വിളിച്ച് പറയാൻ പോകും. പേടിച്ചിട്ടാണോ? ഏയ് പേടിച്ചിട്ടൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടിട്ട് നിങ്ങളത് വിട്ടുകളാൻ നിൽക്കണം. അവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് അന്വേഷിക്കും, എന്നിട്ട് തീരുമാനിച്ചപ്പോൾ. அதே இவங்கிட்ட சொன்னது அவங்ககிட்ட சொல்ல வேண்டியதாண்டா. அவங்க தெரியாம வந்து ரெண்டுக்கு இருந்திருப்பாங்க. அப்படிதான் விட்டுருப்பாங்க. ഞാൻ രാവിലെ വീടിൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ചായിരുന്നു. ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, നേരിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഇരിക്കും. ബിൽഡിംഗ് നിങ്ങൾക്കാണോ അല്ല നിങ്ങൾ ബ്രോക്കറാണോ? അല്ല സർ, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പോകുന്നത്. വീട് വിൽക്കാനുള്ളത് അത് വാടക കൊടുത്തിട്ട്? സാറേ, ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാനായിട്ടാണ്. ആ വീട്ടിൽ എന്തോ ഒരു ട്രാജഡി നടന്നായിരിക്കും. ഏതോ ഒരു ഫാമിലി അവിടെ എന്തോ പുള്ളി എന്തോ ഒരു പ്രശ്നത്തിലായി അല്ലേ സാറേ? അവന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പം മുഴുവൻ അവൾക്കായിരുന്നു, അവൻ്റെ ഭാര്യയ്ക്ക്. കല്യാണം കഴിഞ്ഞ് ആ വീട് വെച്ച് അവരങ്ങോട്ട് മാറി. ആ വീടിനെന്തോ പ്രശ്നമുണ്ടെന്ന് അവളാണ് ആദ്യം പറഞ്ഞത്. പിന്നെ എൻ്റെ മകനൊരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ പറഞ്ഞൊരു പ്രാന്തനാക്കി അവനെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്യിച്ചു. നാട്ടുകാർ പറയുന്നത് പോലെയാണെങ്കിൽ ഭാര്യയ്ക്കും കുഞ്ഞിനും വിഷം കൊടുത്ത് അവനും തൂങ്ങി മരിച്ചു. അതിപ്പോൾ നിങ്ങളെപ്പോലുള്ളവർക്ക് പറഞ്ഞു നടക്കാനൊരു കഥയായി.
നിങ്ങളുടെ വീട്ടിൽ ആരും മരിച്ചിട്ടില്ലേ? എന്നിട്ട് നിങ്ങളിവിടെ താമസിക്കുന്നില്ലേ? എടോ, അതൊരു വീടല്ലേ? കല്ലും മണ്ണും മരവും സിമെൻറ്റും കൊണ്ടുണ്ടാക്കിയ വീട്.